യച്ചക്ഷുഷാന പശ്യതിയേന ചശ്യം ശിപശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസ്സതേ യത് ശ്രോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസ്സതേ. കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം. കണ്ണുകൾ കൊണ്ട് മനുഷ്യർ കണ്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല എന്നും, കാതുകൾ കൊണ്ട് കേൾക്കുവാൻ സാധിക്കാത്ത ശക്തി എന്നാൽ കാതുകൾക്ക് കേൾവിശക്തി നൽകുന്ന ശക്തി ഏതോ അതാണ് പരബ്രഹ്മം. കാതുകൾ കൊണ്ട് മനുഷ്യർ കേട്ട് ആരാധിക്കുന്നത് പരബ്രഹ്മമല്ല എന്ന ഉത്ബോധനത്തിലൂടെ ഏകനായ സൃഷ്ടാവിനെയല്ലാതെ കല്ലിനെയും കാടിനെയും കടലിനെയും സൂര്യനെയും ചന്ദ്രനെയും ഒന്നും ആരാധിക്കരുതെന്ന് കേനോപനിഷത്ത് പ്രഥമഖണ്ഡം 7-8 ശ്ലോകങ്ങൾ കൽപ്പിക്കുമ്പോൾ ആകാശാൽ പതിതം തോയം യത ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. എപ്രകാരമാണോ ആകാശത്തിൽ നിന്നുള്ള ജലം സമുദ്രത്തിൽ എത്തിച്ചേരുന്നത് അതുപോലെ എന്തിനേയും ഏതിനെയും ആരാധിക്കാം, കല്ലിനെയും കാടിനെയും കടലിനെയും ആരാധിക്കാമെന്ന് മറ്റൊരിടത്ത് പറയുന്നു. അദ്വൈതം എന്ന സിദ്ധാന്തത്തിലൂടെ സ്രഷ്ടാവും സൃഷ്ടികളും മനുഷ്യരും ദൈവവും ഒന്നാണ് എന്ന് ശങ്കരാചാര്യർ സമർത്ഥിക്കുമ്പോൾ ശങ്കരാചാര്യർക്ക് തെറ്റിയിരിക്കുന്നു. ദൈവവും മനുഷ്യനും തമ്മിൽ സ്വഗതഭേദം, ഒരു ജീവിയുടെ അവയവങ്ങൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്ന് രാമാനുജം വിശിഷ്ടാദ്വൈതത്തിലൂടെ വാദിക്കുന്നു. ശങ്കരാചാര്യർക്ക് തെറ്റിയിരിക്കുന്നു, രാമാനുജത്തിന് തെറ്റിയിരിക്കുന്നു. സ്രഷ്ടാവും സൃഷ്ടിയും വ്യത്യസ്തമാണ്, അദ്വൈതമല്ല ദ്വൈതമാണ് ശരിയെന്ന് മധ്വാചാര്യൻ സവിശിഷ്ടാദ്വൈതത്തിലൂടെ വാദിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ദൈവവിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഹൈന്ദവ മതം എന്റെ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും എന്നെ ആക്ഷേപിക്കുവാൻ കഴിയുമോ? യഹോവയായ ഞാനാണ് നിങ്ങളുടെ ദൈവം, എന്നെ കൂടാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. ആകാശത്തിലോ ഭൂമിയിലോ ജലത്തിലോ ഉള്ളൊരു വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുകയോ അവയെ സേവിക്കുകയോ അവയെ നമസ്കരിക്കുകയോ അരുതെന്ന് ബൈബിളിലെ ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലെ 6 മുതലുള്ള വചനങ്ങൾ കൽപ്പിക്കുമ്പോൾ, നിങ്ങൾ പിതാവിന്റെ മുഖം ഒരു നാളും കണ്ടിട്ടില്ല, സ്വരം ഒരു നാളും കേട്ടിട്ടില്ല എന്ന യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിലെ 37-ാം വചനത്തിലൂടെ, അല്ലയോ ജനങ്ങളെ, ഞാൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾ എന്റെ മുഖം കണ്ടിട്ടുണ്ടല്ലോ, സ്വരം കേട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ദൈവമല്ല എന്ന് യേശു വിശദീകരിക്കുമ്പോൾ, ദൈവം മാത്രമേ നല്ലവനായിട്ടുള്ളൂ, നിങ്ങൾ എന്തിനെന്നെ നല്ലവനെന്ന് വിളിക്കുന്നുവെന്ന മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 18-ാം വചനത്തിലൂടെ ഞാൻ ദൈവമല്ല എന്ന് യേശു ഓർമ്മപ്പെടുത്തുമ്പോൾ, മുഖ്യ കൽപ്പന കേൾക്കാൻ നമ്മുടെ കർത്താവായ ദൈവം ഏക കർത്താവ്, ആ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ അറിവോടും പൂർണ്ണ മനസ്സോടും സ്വീകരിക്കണമെന്ന് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-ാം വചനത്തിലൂടെ ദൈവം ഏകനാണ് ഏകനാണ് എന്ന് യേശു പ്രഖ്യാപിക്കുമ്പോൾ, പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലെ 9-ാം അധ്യായത്തിലെ 5-ാം വചനത്തിൽ സർവ വസ്തുക്കൾക്കും മീതെ യേശു എന്നെന്നും ദൈവമായി വാഴ്ത്തപ്പെട്ടവനെന്ന് പൗലോസ് പ്രഖ്യാപിക്കുകയും ഭൂരിപക്ഷം ക്രൈസ്തവർ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ദൈവവിശ്വാസങ്ങൾ മുന്നോട്ട് വെക്കുന്ന ക്രൈസ്തവ മതം എന്റെ മോക്ഷത്തിന്റെ സാൽവേഷന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? മേലുദ്ധരിച്ച വൈരുദ്ധ്യങ്ങൾക്കും മനുഷ്യ മനസ്സുകളെ സംഭ്രമിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങൾക്കും അതീതമായി, മനുഷ്യ മനസ്സുകൾക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്ത വിചിത്രങ്ങളായ തത്വങ്ങൾക്കും അതീതമായി, ലളിതമായ ഭാഷയിൽ യുക്തിഭദ്രമായ രീതിയിൽ സ്രഷ്ടാവിനെ വിശുദ്ധ ഖുർആൻ 112-ാം അധ്യായത്തിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സ്രഷ്ടാവ് ഏകനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കുന്നില്ല, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെ പോലെ യാതൊന്നുമില്ല. ചിന്തിക്കും തോറും അർത്ഥം ലഭിക്കുന്ന ആശയം, യുക്തിയും ബുദ്ധിയും കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന തത്വം, പ്രപഞ്ച വിശാലതയിലേക്ക് കണ്ണു നട്ടാൽ എല്ലാം ഒന്നിൽ കൂടുതലില്ലേ? സൂര്യനുണ്ടെങ്കിൽ അനേകം നക്ഷത്രങ്ങളില്ലേ? ഭൂമിയുണ്ടെങ്കിൽ അനേകം ഗ്രഹങ്ങളില്ലേ? ജീവജാലങ്ങളും അനേകമല്ലേ?
എല്ലാത്തിന്റെയും അടിസ്ഥാന ഘടകമായ ആറ്റം പരമാണുവിലേക്ക് കടന്നു ചെന്നാൽ അതിൽ ഇലക്ട്രോണില്ലേ, പ്രോട്ടോണില്ലേ, അതിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്നാൽ കോർക്കില്ലേ, ആന്റി കോർക്കില്ലേ, വേവ്സ് ഇല്ലേ, പാർട്ടിക്കിൾസ് ഇല്ലേ. ഏകനായിട്ടുള്ളത് പ്രപഞ്ചത്തിന് അതീതനായ സൃഷ്ടാവ് മാത്രം. രണ്ട് ദൈവം ഒന്നിനെയും ആശ്രയിക്കുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ എന്നിവർ ജീവിച്ചിരുന്നപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നു, വായു ശ്വസിച്ചിരുന്നു, പല വസ്തുക്കളെയും ആശ്രയിച്ചിരുന്നു. അതുകൊണ്ട് അവരാരും ദൈവമല്ല. കാരണം ദൈവം ഒന്നിനെയും ആശ്രയിക്കാൻ പാടില്ല. ദൈവം ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടുമില്ല. ആദം നബി അലൈഹിസ്സലാം ജനിച്ച വ്യക്തിയല്ലായിരുന്നുവെങ്കിൽ സന്താനമുണ്ടായിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഒരു മാതാവിന്റെ ഉദരത്തിലാണ് പിറന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ മുതലായവർക്ക് ജനിച്ചവരുമാണ്. അവർക്ക് സന്താനങ്ങളും ഉണ്ടായിരുന്നു. നാലാമതായിട്ട് ദൈവത്തെ പോലെ യാതൊന്നുമില്ല. അങ്ങനെ പ്രപഞ്ചത്തിന് അതീതനായ ആ സ്രഷ്ടാവിനെ മാത്രം ആരാധിക്കണമെന്ന യുക്തിഭദ്രമായ ദൈവവിശ്വാസം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാം സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാതയായിട്ട് ഞാൻ അംഗീകരിച്ചെങ്കിൽ, ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? കെട്ടിടം നിർമ്മിച്ച കെട്ടിടത്തിന്റെ നിർമ്മാതാവിന് കെട്ടിടത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കെട്ടിടമായി ജനിക്കേണ്ടതില്ലെന്നും, കാർ നിർമ്മിച്ച കാറിന്റെ നിർമ്മാതാവിന് കാറിന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് കാറായി ജനിക്കേണ്ടതില്ലെന്നും, അതുപോലെ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിക്കേണ്ടതില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ദൈവാവതാര സങ്കല്പങ്ങളും ദൈവപുത്ര വിശ്വാസങ്ങളും നിരാകരിച്ചെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും ആക്ഷേപിക്കുവാൻ കഴിയുമോ? ജീവനില്ലാത്ത വസ്തുക്കളായ ബിംബങ്ങളുടെ മുൻപിൽ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയെ അട്ടിയോടിക്കുവാൻ ആ ബിംബങ്ങൾക്ക് സാധിക്കുന്നില്ല. ആ ബിംബങ്ങളെ ആരാധിക്കുന്നതല്ല യുക്തി, മറിച്ച് ആ ഈച്ചയുടെ സൃഷ്ടാവായ ആ ദൈവത്തെ ആരാധിക്കുന്നതാണ് യുക്തി എന്നെന്റെ ബുദ്ധിയും യുക്തിയും എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാൻ ബിംബാരാധന തെറ്റാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കെങ്കിലും എന്നെ ആക്ഷേപിക്കുവാൻ സാധിക്കുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനാരുമല്ല ഏകനായ സൃഷ്ടാവല്ലാതെ എന്നും, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ആ ഏകനായ സൃഷ്ടാവിനെ മാത്രമേ ആരാധിക്കുവാനും അവനോട് മാത്രമേ പ്രാർത്ഥിക്കുവാനും പാടുള്ളൂവെന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനത്തിലൂടെ മനുഷ്യ ദൈവങ്ങളുടെയും കുട്ടി ദൈവങ്ങളുടെയും ചിന്നുമ്മമാരുടെയും തങ്ങന്മാരുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഏലസുകളുടെയും മന്ത്രങ്ങളുടെയും കരാളഹസ്തങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ച ഇസ്ലാമുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷന്റെ, മോക്ഷത്തിന്റെ പാത.